ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. അവനെ ദ്രോഹിക്കുകയോ ദ്രോഹിക്കാൻ വിട്ടുകൊടുക്കുകയോ ചെയ്യരുത്. കുട്ടികളോട് കരുണ കാണിക്കാത്തവനും വലിയവരെ ബഹുമാനിക്കാത്തവരും നമ്മിൽപ്പെട്ടവനല്ല. അള്ളാഹുവിന്റെ മാർഗത്തിലേക്കുള്ള യാത്ര ദുനിയാവിനേക്കാളും ദുനിയാവിലുള്ള വസ്തുക്കളെക്കാളും ഏറ്റവും ഉത്തമമാണ്. പ്രയാസം അനുഭവിക്കുന്ന ഒരാൾക്ക് ആരാണോ ആശ്വാസം നൽകുന്നത്, ആ വ്യക്തിക്ക് അള്ളാഹു ഇഹത്തിലും പരത്തിലും ആശ്വാസം നൽകുന്നതാണ്. അയൽവാസി വിശന്നിരിക്കെ സ്വന്തം വയർ നിറക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. അള്ളാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്ന് പറയുകയും ചെയ്യുന്നവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? അവൻ ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവന് വേണ്ടിയും ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിൽ ആരും യഥാർത്ഥ മുസ്ലിം ആവുകയില്ല. ജീവിതമാണ്. പരീക്ഷിക്കപ്പെടും, പരാജയപ്പെടും, പിന്തള്ളപ്പെടും, പരിഹസിക്കപ്പെടും. മനുഷ്യനാണ്. കണ്ണിൻ്റെ വ്യഭിചാരം നോട്ടമാണ്. മരണത്തെ നിങ്ങൾ എപ്പോഴും ഓർക്കുക. അന്യോന്യം സമ്മാനങ്ങൾ നൽകുക. എന്തുകൊണ്ടെന്നാൽ സമ്മാനങ്ങൾ പകയെ എടുത്തു കളയുന്നു. സുബ്ഹി നിസ്കാരം ഉപേക്ഷിച്ചാൽ പ്രഭ നഷ്ടപ്പെടും. ളുഹർ നിസ്കാരം ഉപേക്ഷിച്ചാൽ സമ്പാദ്യം നഷ്ടപ്പെടും. അസർ നിസ്കാരം ഉപേക്ഷിച്ചാൽ ആരോഗ്യം നഷ്ടപ്പെടും. മഗ്രിബ് നിസ്കാരം ഉപേക്ഷിച്ചാൽ മക്കൾ ഗുണം ചെയ്യില്ല. ഇശാ നിസ്കാരം ഉപേക്ഷിച്ചാൽ സമാധാനം നഷ്ടപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആരെങ്കിലും രാത്രിയിൽ സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്ത് ഓതിയാൽ അവനിക്കുണ്ടാകുന്ന ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷയാവാൻ ആ ആയത്ത് മതി. നിങ്ങളിൽ ഏറ്റവും നല്ലവൻ അവൻ്റെ കുടുംബത്തോട് ദയ ഉള്ളവനാണ്. പ്രയാസം അനുഭവിക്കുന്ന ഒരാൾക്ക് ആരാണോ ആശ്വാസം നൽകുന്നത്, അയാൾക്ക് അള്ളാഹു ഇഹത്തിലും പരത്തിലും ആശ്വാസം നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു സ്ത്രീ ആർത്തവത്തിൻ്റെ 1-ാം ദിവസം അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ അസ്തഗ്ഫിറുല്ലാഹ് മിൻ കുല്ലി ദംബ് എന്ന് ചൊല്ലിയാൽ അവൾക്ക് നരകത്തിൽ നിന്ന് അള്ളാഹു മോചനം നൽകുന്നതാണ്. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് കൽപ്പിച്ചിട്ടുള്ള മഹത് വചനങ്ങളാണ്.